ഭർത്താവിന്റെ അവിഹിതം ചോദ്യം ചെയ്തെന്ന ഒറ്റ തെറ്റുകൊണ്ട് തെരുവിലേക്ക് ഇറങ്ങേണ്ടി വന്ന ഒരു അമ്മയുടെയും 2 കുട്ടികളുടെയും കഥയാണിത്. എന്നെ ആക്രമിക്കുകയും മർദ്ദിക്കുകയും ചെയ്തതായി ഞാൻ ആരോപിക്കുന്നു. സ്ഥിതി നിയന്ത്രണാതീതമായപ്പോൾ ഞാൻ വീണ്ടും സഹായത്തിനായി ബന്ധപ്പെട്ടു. ഇതുപോലുള്ള ക്രിമിനൽ ആക്ടിവിറ്റീസ് ഇത്ര ചെറുപ്പത്തിലേ പഠിപ്പിക്കുക എന്ന് പറയുന്ന വലിയൊരു ടെൻഷനുള്ള കാര്യമാണ്. എന്തെന്ന് പറഞ്ഞാൽ ആ കുട്ടി അതിന്റെ ഇടയിൽ വന്നു, വാതിലടിച്ചു, എന്തൊക്കെയോ കാര്യങ്ങൾ കാണിച്ചു കൂട്ടുന്നുണ്ട്. പ്രായത്തിന്റെ പക്വത കുറവായിരിക്കാം. എന്തൊരു നിയമവ്യവസ്ഥയാണ് നമ്മുടെ നാട്ടിലുള്ളത്? എന്ത് നിയമമാണ് നമ്മുടെ നാട്ടിലെ സാധാരണക്കാരെ സംരക്ഷിക്കുന്നതെന്ന ചോദ്യമാണ് ഇവിടെ ഉയരുന്നത്. ആരെയാണോ ആക്രമിച്ചത് അവർക്കെതിരെ കേസെടുക്കുന്നു, ആരാണോ ആക്രമിച്ചത് അവർ സ്വതന്ത്രമായിരിക്കുന്നു. ഇത് എന്ത് തരം നീതിയാണെന്ന് കേരള പോലീസ് പറയേണ്ടതുണ്ട്. ശ്രീജയ്ക്കും കുട്ടികൾക്കും നീതി ലഭിക്കുന്നതുവരെ ഈ ഒരു ശബ്ദം സമൂഹത്തിൽ മുഴങ്ങി കേൾക്കണം. ഒരു കുടുംബം എന്ന് പറയുന്നത് പരസ്പര വിശ്വാസത്തിന്റെയും സ്നേഹത്തിന്റെയും അടിത്തറയിൽ പടുത്തുയർത്തുന്ന ഒരു സുരക്ഷിതമായിട്ടുള്ള ഒരു ഇടമാണ്, അല്ലേ? എന്നാൽ ആ ഒരു വിശ്വാസം ഒരു സുപ്രഭാതത്തിൽ തകർന്നാലോ? കൂടെ നിന്ന ആൾ തന്നെ നമ്മളെ ചതിച്ചാലോ? എന്തോ സംതിങ് പോലീസ് വരാന്ന് പറഞ്ഞിട്ട് ഏകദേശം ഒരു അരമണിക്കൂറോളായി വെയിറ്റ് ചെയ്യുന്നുള്ളത്. 112ലേക്ക് വിളിച്ചു, 181ലേക്ക് വിളിച്ചു. അവർ കണക്ട് ചെയ്യാന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഇൻ കേസ് നമ്മൾ ആരെങ്കിലും റിലേറ്റീവ്സ് ആണ് വരുന്നതെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് മൊത്തത്തിലൊരു പ്രശ്നമായി കഴിയാനാണോ വെയിറ്റ് ചെയ്യുന്നത്, എന്താ കാര്യങ്ങളൊന്നും അറിയില്ല. ഇതിനിടയിൽ ഈ വണ്ടിയുടെ ഒരു പ്രകോപനം ഇപ്പൊ കഴിഞ്ഞു. എന്തേ സംഭവം അറിയില്ല. പോലീസുകാർ വരുമ്പോഴത്തേക്ക് ഇവർ ഒന്നരപ്പാടെ കരിയുന്നു. പോലീസുകാർ വരുമ്പോ കരിഞ്ഞിട്ട് എന്തെല്ലോ കാണിച്ചു കൂട്ടുന്നു പിള്ളറും ഇവരും അമ്മച്ചിയും. അത് കഴിഞ്ഞിട്ട് ഇവർ വേറെ തരത്തിൽ പെരുമാറുന്നത്. 2 സ്വഭാവം. നമ്മുടെ നാട്ടിൽ നിയമവും കോടതിയൊക്കെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞാൽ ആശ്വസിക്കാൻ നിങ്ങൾ വരട്ടെ. കാരണം നീതി തേടി കോടതി വരാന്തകൾ കയറി ഇറങ്ങുന്ന ഒരു സാധാരണ സ്ത്രീക്ക് ഇവിടെ അനുഭവിക്കേണ്ടി വരുന്നത് സങ്കല്പിക്കാവുന്നതിലും അപ്പുറമുള്ള യാതനകളാണ്. അതാണ് സത്യം. അതാണ് നമ്മുടെ നിയമവ്യവസ്ഥയോടുള്ള അറപ്പ്. ഇപ്പൊ ആ കുട്ടി ചെയ്താണ്ടില്ലേ, ഭക്ഷണ പദാർത്ഥമാണ് ഒരു തക്കാളീനെ എടുത്ത് കളഞ്ഞു. ഇതൊക്കെയാ അതായത് ഭക്ഷണമാക്കാൻ ഞാൻ പറഞ്ഞില്ലേ, അവിടെ ഭക്ഷണമാക്കാൻ പോകുന്നെന്ന് പറഞ്ഞിട്ട് അവർക്ക് എന്തെങ്കിലും ചപ്പാത്തി എന്തെങ്കിലും കറിയാക്കുമെന്ന് പറഞ്ഞിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നു. അതിനെല്ലാരും കൂടിയിട്ട് അടുക്കളയിൽ കയറിയിട്ട് ഇവ ആ കുഞ്ഞു വരെ എടുത്ത് കളഞ്ഞത് കണ്ടില്ലേ. ഇതാണ് അവസ്ഥ. പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്കറിയില്ലല്ലോ. ഇവരിപ്പോ പെങ്ങളും കൂടി വന്നിട്ടുണ്ട്, സുമ എന്ന് പറഞ്ഞിട്ട് അവരും വന്നിട്ടുണ്ട്. എല്ലാരും കൂടിയിട്ടുള്ള ഇത് അനങ്ങുന്നില്ല. എല്ലാം അപ്പുറം തന്നെ ഉണ്ട്. അവിടെ മാറ്റാനൊരു വ്യത്യാസമല്ലല്ലോ. ഇത് നോക്കിയിട്ട് അടുക്കളയിൽ ഇത് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. നോക്കും. എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് കാസർഗോഡ് നിന്നുള്ള ഒരു വിഷയമാണ്. ഇതൊരു സാധാരണ കുടുംബ പ്രശ്നമല്ല. ഇവിടെ നിയമവ്യവസ്ഥയുടെ പഴുതുകൾ ഉപയോഗിച്ച് ഒരു സ്ത്രീയെ എങ്ങനെയെല്ലാം ദ്രോഹിക്കാം എന്നതിന്റെ നേർചിത്രമാണിത്. കാസർഗോഡ് സ്വദേശിനിയായ ശ്രീജയുടെയും അവരുടെ ഭർത്താവ് സുനിലിന്റെയും ജീവിതത്തിൽ നടന്ന സംഭവ വികാസങ്ങളാണ് നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. ഭർത്താവിന്റെ അവിഹിതം ചോദ്യം ചെയ്തെന്ന ഒറ്റ തെറ്റുകൊണ്ട് തെരുവിലേക്ക് ഇറങ്ങേണ്ടി വന്ന ഒരു അമ്മയുടെയും 2 കുട്ടികളുടെയും കഥയാണിത്. ഈ പ്രശ്നങ്ങളുടെ ഒക്കെ തുടക്കം എവിടെ നിന്നാണെന്ന് നമുക്ക് നോക്കാം. അറിയാത്ത എല്ലാവരും ചോദിച്ചൊരു കാര്യമാണ് ഇന്നലെ എന്തായിരുന്നു പ്രശ്നം. ശരിക്കും പറഞ്ഞ ഒരു ഡിവോഴ്സാണ് പ്രശ്നം. പക്ഷെ നിയമത്തിന്റെ വഴിക്ക് പോയിട്ട് പ്രൊട്ടക്ഷൻ ഓർഡറും കാര്യങ്ങളൊക്കെ എടുത്തു. ഇത്രയും കാലം ഞാൻ ഉണ്ടാക്കിയതെല്ലാം, അതായത് രാത്രി പകലാക്കി കഷ്ടപ്പെട്ട എല്ലാ കാര്യങ്ങളും ഓഫീസെടുത്തു ആളെ പേരിൽ എഴുതി വെക്കേണ്ടി വന്നു. അതൊരു കുടുംബം എന്ന നിലയിലായിരുന്നു കാര്യങ്ങളൊക്കെയും ചെയ്തത്. അതിന് വേറൊരു വിള്ളല് വരില്ല. എത്ര അനുഭവിച്ചാലും അതിന് കൊടുക്കുന്ന ഒരു വാല്യൂ ആയിരുന്നു അത്. മക്കൾക്ക് അതായത് ഡിവോഴ്സായ അച്ഛനും അമ്മയും നിന്നും പറയുമ്പം എന്തായിരിക്കും സംഭവം പറയാം. അങ്ങനെയുള്ള അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് അവസാനം എല്ലാം കയ്യിൽ നിന്ന് പോയി. അവസാനം ജീവിക്കാൻ വരെ പറ്റാത്ത അവസ്ഥയില് എന്നെയും മക്കളെയും ജീവിക്കാൻ സമ്മതിക്കൂല, കൊല്ലുന്ന വരെ എത്തി. ആ സമയത്താണ് ഞാൻ നിങ്ങളിലേക്ക് എത്തുന്നത്. ശ്രീജ വെറും ഒരു വീട്ടമ്മയായിരുന്നില്ല. വർഷങ്ങളോളം രാവും പകലും കഷ്ടപ്പെട്ട അവരൊരു ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടുത്തു. എന്നാൽ സ്നേഹം മൂത്തു നിന്ന സമയത്ത് ഭർത്താവിനോടുള്ള അമിതമായ വിശ്വാസത്തിന്റെ പുറത്ത് താൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ സമ്പാദ്യവും സ്ഥാപനങ്ങളും എല്ലാം ഭർത്താവിന്റെ പേരിലേക്ക് അവർ മാറ്റി എഴുതി. ഏതൊരു ഭാര്യയും ജീവിതത്തിൽ ചെയ്തേക്കാവുന്ന ഏറ്റവും വലിയൊരു അബദ്ധം തന്നെയാണത്. സ്വന്തം അധ്വാനം പങ്കാളിയുടെ പേരിൽ മാത്രമായി എഴുതി വെക്കുക എന്നത് അബദ്ധം തന്നെയാണ്. ആ ഒരു അബദ്ധത്തിന്റെ പ്രതിഫലനമാണ് അവരിന്ന് ജീവിതത്തിൽ അനുഭവിക്കുന്നത്. ഹലോ, ഞാൻ ഉച്ചയ്ക്ക് ലൈവിൽ വരും എന്നുള്ളത് പറഞ്ഞതാണ്. പക്ഷെ എന്ത് വെച്ചെന്ന് പറഞ്ഞാല് ലൈവോ വീഡിയോസ് ഒന്നും ചെയ്യാൻ പാടില്ല, ആ രീതിക്ക് പ്രകോപനം ഉണ്ടാക്കാൻ പാടില്ല എന്ന് ബേക്കൽ സ്റ്റേഷനിൽ പറഞ്ഞതുകൊണ്ടാണ് ആ തരത്തിലുള്ള ഒരു കാര്യം വേണ്ടാന്ന് വെച്ചിട്ടായിട്ട് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നിട്ടുള്ളത്. പക്ഷെ ഇവര് നമ്മൾ വരുന്ന സമയത്ത് തന്നെ പ്രീ പ്ലാൻ ആയിരുന്നു. എന്തെന്ന് പറഞ്ഞാൽ ഞാൻ ഇത് ഇന്നലെ പറഞ്ഞ കാര്യം സോഷ്യൽ മീഡിയയിൽ അടക്കം ഇന്ന് രാവിലെ മുതൽ വരുന്നുണ്ട്. സ്റ്റാറ്റസ് അടക്കം ഇവരെ ബ്രദേഴ്സും കാര്യങ്ങളൊക്കെ ഇന്ന് രാവിലെ എല്ലാവരും കണ്ടതാണ്. പക്ഷെ ഇവരൊരു കാര്യം ചെയ്തിട്ടുള്ളത് എന്ന് പറയുന്നത് ഒരു പ്രായമായ അമ്മയും 2 കുട്ടികളെയും ഇവിടെ നിർത്തി. നേരത്തെ ബാക്കിൽ സ്റ്റേഷനിൽ നിന്നും സുനിലിനെ വിളിച്ച് പറഞ്ഞ കാര്യമാണ്. അതായത് വരുന്ന സമയത്ത് ഇവർക്ക് വേണ്ട രീതിക്ക് കാര്യങ്ങൾ ആ ഒരു
പ്രോമിസ് ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഇങ്ങോട്ട് ഞാൻ കുട്ടികളെയും കൊണ്ട് വന്നത്. പക്ഷെ വന്നിട്ടാകുമ്പോഴത്തേക്ക് ഇവിടെ ഒരു എന്താ പറയാ, അവരെ അസ്ഥിരം പരിപാടി, ഒരു ഡ്രാമ തന്നെയാണ് ഇവിടെ നടക്കുന്നുള്ളത്. എന്തെന്ന് പറഞ്ഞാല് ഇൻ കേസ് 2 കുട്ടികളും ഒരു അമ്മയും, പ്രായമായ അമ്മയും ഉള്ള സമയത്ത് നമ്മ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏത് തരത്തിലാ പോവുക കാര്യങ്ങളൊക്കെ അറിയാമല്ലോ. അങ്ങനെ ഒരു എന്തോ പ്രീ പ്ലാൻ ചെയ്തിട്ടാണ് ഇതുവരെ എല്ലാം ചെയ്ത കാര്യങ്ങൾ, അതുപോലെ തന്നെ ഒരു പ്രീ പ്ലാൻ ചെയ്തിട്ടായിട്ടാണ് ഇവർ പോകുന്നുള്ളത്. എന്തോ സംതിങ് പോലീസ് വരാന്ന് പറഞ്ഞിട്ട് ഏകദേശം ഒരു അരമണിക്കൂറോളായി വെയിറ്റ് ചെയ്യുന്നുള്ളത്. 112ലേക്ക് വിളിച്ചു, 181ലേക്ക് വിളിച്ചു, അവർ കണക്ട് ചെയ്യാന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഇൻ കേസ് നമ്മൾ ആരെങ്കിലും റിലേറ്റീവ്സ് ആണ് വരുന്നതെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് മൊത്തത്തിലൊരു പ്രശ്നമായി കഴിയാനാണോ വെയിറ്റ് ചെയ്യുന്നത്, എന്താ കാര്യങ്ങളൊന്നും അറിയില്ല. ഇതിനിടയിൽ ഈ വണ്ടിയുടെ ഒരു പ്രകോപനം ഇപ്പൊ കഴിഞ്ഞു. എന്തെന്ന് പറഞ്ഞാൽ വണ്ടി സുനില് പാർക്കിങ്ങിൽ സ്പേസ് ഉണ്ടായിട്ട് പോലും പുറത്തേക്ക് വണ്ടി നീക്കിയിട്ടാ വെച്ചിട്ടുള്ളത്, വണ്ടി വെക്കാൻ പറ്റാത്ത രീതിക്ക്. അപ്പൊ നോർമലി നമ്മൾ വെക്കുന്നത് പോലെ ഇതിന്റെ അടുത്തൊക്കെ നിയർ ആയിട്ടുള്ള അവരുടെ റിലേറ്റീവ്സിന്റെ, അതായത് കഴിഞ്ഞ ദിവസം അടി തരാനൊക്കെ വന്നില്ല, അവരുടെ റിലേറ്റീവ്സിന്റെ സ്ഥലം തന്നെയാണ് ചുറ്റുവട്ടത്തൊക്കെ ഉള്ളത്. അവിടെ നമ്മൾ എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ വണ്ടി കൊണ്ടുപോയി വെച്ചു. ആ കൊണ്ടുപോയി വെച്ചതിന് അവര് ലാസ്റ്റ് നമ്മൾ വന്ന സമയത്ത് ഏറ്റവും കൂടുതൽ അടിക്കും ഒരു മോശമായ രീതിയിലും പെരുമാറിയ അവരുടെ അച്ഛന്റെ ജ്യേഷ്ഠം വന്നിട്ടുണ്ടായിരുന്നു. വന്നിട്ട് അവർ പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് ഭയങ്കരം ഒരു നമ്മളൊരു പ്രകോപനം നമുക്ക് സൃഷ്ടിക്കുന്ന രീതിക്കുള്ള വണ്ടി എടുക്കാൻ പറ്റിയില്ല, ഇപ്പൊ എടുക്കണം, ഗൾഫിൽ നിന്ന് അവരുടെ മകൻ സുരേഷ് വിളിച്ചിട്ടുണ്ട്, അത് ഇത്രയും പെട്ടെന്ന് എടുത്തേ പറ്റൂ, അവൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, പിന്നെ ഇപ്പൊ വണ്ടി എടുക്കണം, വണ്ടി എടുത്തില്ലെങ്കിൽ ഞാൻ തീരുമാനാക്കുന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഇതാക്കിയിട്ടാ പോയത്. അപ്പൊ ആ സമയത്ത് ഞാൻ നാച്ചുറൽ എന്താ ചെയ്യുക, ഇതുവരെ വീഡിയോ എടുക്കാൻ നിന്നില്ല. ആ സമയത്ത് വീഡിയോ ഓൺ ചെയ്തു, അങ്ങോട്ടേക്ക് ഒരു കാര്യത്തിനോ സംസാരത്തിനോ പോവാതെ വീഡിയോ ഓൺ ചെയ്തു, വീഡിയോ ഇതാക്കി. അതിനിടയിൽ ആ ഒരു കൊച്ചുകുട്ടി ഉണ്ടല്ലോ നമ്മ അന്ന് പറഞ്ഞത്, മിക്കവാറും ആ കുട്ടിക്ക് എന്തായാലും കൗൺസിലിംഗ് കൊടുക്കേണ്ടി വരും. എന്തെന്ന് പറഞ്ഞാൽ ഇതുപോലുള്ള ക്രിമിനൽ ആക്ടിവിറ്റീസ് ഇത്ര ചെറുപ്പത്തിലേ പഠിപ്പിക്കുക എന്ന് പറയുന്ന വലിയൊരു ടെൻഷനുള്ള കാര്യമാണ്. എന്തെന്ന് പറഞ്ഞാൽ ആ കുട്ടി അതിന്റെ ഇടയിൽ വന്നു, വാതിലടിച്ചു, എന്തൊക്കെയോ കാര്യങ്ങൾ കാണിച്ചു കൂട്ടുന്നുണ്ട്. പ്രായത്തിന്റെ പക്വത കുറവായിരിക്കാം, ഒന്നും അറിയാതെ ഇവരെന്താണോ ഇത്ര പ്രായത്തിന്റെ വ്യത്യാസത്തിൽ ഇവരെന്താണോ പറഞ്ഞു കൊടുക്കുന്നത് അത് കേട്ടിട്ടാണ് ആ കുട്ടി വരെ മുന്നോട്ട് പോകുന്നുള്ളത്. സങ്കടമാണ്. എന്തെന്ന് പറഞ്ഞാൽ എനിക്കും 2 മക്കളുള്ളതാ. ആ സമയത്ത് ഇങ്ങനെ ഒരു കുട്ടി ഈ ഒരു തരത്തിൽ മാറാന്ന് പറയുന്നത് വല്ലാത്ത നമ്മളെ സങ്കടപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. എനിവേ എന്തായാലും ഞാൻ ഇന്നിപ്പം ഇവിടെ ഇരിക്കുന്നുള്ളത് ഇവിടെ താമസിക്കാൻ വേണ്ടി തന്നെയാണ് വന്നിട്ടുള്ളത്. എന്ത് പ്രകോപനം ഉണ്ടായാലും പോലീസിന്റെ ഭാഗത്തുനിന്ന് എത്രത്തോളം സപ്പോർട്ട് കിട്ടുമെന്ന് അറിയില്ല, അതിൽ ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നുണ്ട്, കൂടാതെ നിങ്ങളിലും. ആ വിശ്വാസത്തിന്റെ പേരിൽ തന്നെയാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നിട്ടുള്ളത്. അതായത് സുനിലിന് മറ്റൊരു സ്ത്രീയുമായിട്ട് ബന്ധമുണ്ടെന്ന് അവർ മനസ്സിലാക്കുന്നു. സ്വന്തം വേർപ്പിൽ കെട്ടിപ്പടുത്ത സ്ഥാപനങ്ങളിൽ നിന്ന് ശ്രീജ പുറത്താക്കപ്പെടുന്നു. സ്വന്തം വീട്ടിൽ നിന്ന് പോലും മാറി നിൽക്കേണ്ട അവസ്ഥ അവർക്കും അവരുടെ മക്കൾക്കും ഉണ്ടാകുന്നു. എന്തൊരു ഗതികേടാണല്ലേ, എന്തൊരു നിയമവ്യവസ്ഥയാണ് നമ്മുടെ നാട്ടിലുള്ളത്, എന്ത് നിയമമാണ് നമ്മുടെ നാട്ടിലെ സാധാരണക്കാരെ സംരക്ഷിക്കുന്നതെന്ന ചോദ്യമാണ് ഇവിടെ ഉയരുന്നത്. കഷ്ടമാണ്. എല്ലാ വഴികളും അടഞ്ഞപ്പോൾ ശ്രീജ നിയമത്തിന്റെ വഴി തിരഞ്ഞെടുത്തു. ഇതാണോ നീതി? ഒരു സ്ത്രീയുടെ പോരാട്ടത്തിന്റെ സത്യാവസ്ഥ. ഇതൊരു സാധാരണ കുടുംബ പ്രശ്നത്തിന്റെ കഥയല്ല. നീതി തേടി നിയമത്തെ വിശ്വസിച്ച ഒരു സ്ത്രീക്ക് നേരിടേണ്ടി വന്ന അനുഭവങ്ങളുടെ കഥയാണ്. 2026 ജൂലൈ 20 എന്റെ പരിധിയിലുള്ള പോലീസ് സ്റ്റേഷനുമായി ഞാൻ ആദ്യം ബന്ധപ്പെട്ടു. എന്റെ വീട്ടിലും കുടുംബത്തിലും ഉണ്ടായിരുന്ന ഗുരുതരമായ പ്രശ്നങ്ങളും ഞാൻ നേരിടുന്ന ബുദ്ധിമുട്ടുകളും പോലീസിനോട് വിശദീകരിച്ചു. എന്നാൽ അന്ന് എന്നോട് പറഞ്ഞത് ഇതൊരു ഫാമിലി ഇഷ്യൂ ആണ്, ഡിവോഴ്സ് കേസ് ഇതിനടക്കം കോടതിയിൽ പെൻഡിംഗ് ആണ്, അതുകൊണ്ട് സ്റ്റേഷനിൽ നിന്ന് പ്രത്യേകമായി ഇടപെടാൻ കഴിയില്ല. അഡ്വക്കേറ്റിനെ കണ്ടിട്ട് കോടതി മുഖേന മുന്നോട്ട് പോകണം. അവരുടെ വാക്കുകൾ വിശ്വസിച്ച് ഞാൻ അവിടെ നിന്ന് മടങ്ങി. അപ്പോൾ നമ്മുടെ കേരള പോലീസിന്റെ സ്ഥിരം പല്ലവി അവർക്ക് അവിടെയും കേൾക്കേണ്ടി വന്നു. ഇത് ഒരു കുടുംബ പ്രശ്നമാണ്, ഡിവോഴ്സ് കേസ് കോടതിയിലാണ് പോകേണ്ടത്, ഞങ്ങൾക്ക് ഇതിൽ ഇടപെടാൻ കഴിയില്ല എന്ന്. എന്നാൽ ശ്രീജ അവിടെ തോറ്റുകൊടുക്കാൻ തയ്യാറായിരുന്നില്ല. മുഖ്യമന്ത്രിയുടെ ഓഫീസ്, DGP, വനിതാ സെല്ല് എന്നിവർക്ക് അവർ ഇമെയിൽ വഴി പരാതി നൽകി. പിന്നീട് എന്ത് ചെയ്യണമെന്ന് അറിയാതെ എന്റെ സാഹചര്യം വിശദീകരിച്ച് ഞാൻ ചീഫ് മിനിസ്റ്റേഴ്സ് ഓഫീസ്, ഡയറക്ട് പോലീസ് ചീഫ്, ഡിസ്ട്രിക്ട് പോലീസ് ചീഫ്, വുമൺസ് സെൽ എന്നിവിടങ്ങളിലേക്ക് ഇമെയിൽ വഴി പരാതി നൽകി. തുടർന്ന് വുമൺസ് സെല്ലിൽ നിന്ന് എന്നെ വിളിപ്പിച്ചു. അവിടെ എന്നെയും എന്റെ ഭർത്താവ് സുനിലിനെയും ഒരുമിച്ച് വിളിച്ച് ഞങ്ങളുടെ ഭാഗങ്ങൾ കേട്ടു. ആ സമയത്ത് ഭാര്യയ്ക്കും കുട്ടികൾക്കും വീട്ടിൽ സുരക്ഷിതമായി താമസിക്കാനുള്ള സൗകര്യം ഒരുക്കണമെന്ന് അദ്ദേഹത്തോട് അധികൃതർ ആവശ്യപ്പെട്ടു. പക്ഷേ ആ സൗകര്യം ഒരുക്കാൻ അദ്ദേഹം സമ്മതിച്ചില്ല. കാര്യങ്ങൾ മനസ്സിലാക്കിയ അധികൃതർക്ക് പോലും സാഹചര്യം എത്രത്തോളം ഗുരുതരമാണെന്ന് ബോധ്യപ്പെട്ടു. അതുകൊണ്ട് പ്രൊട്ടക്ഷൻ ഓർഡർ ഇല്ലാതെ ഞാൻ വീട്ടിലേക്ക് തിരികെ പോകരുതെന്നും അഡ്വക്കേറ്റിനെ കണ്ട് പ്രൊട്ടക്ഷൻ ഓർഡർ നേടുന്നതിനുള്ള നിയമ നടപടികൾ സ്വീകരിക്കണമെന്നും എന്നോട് നിർദ്ദേശിച്ചത്. ഞാൻ അവരുടെ വാക്കുകൾ വിശ്വസിച്ചു, നിയമത്തെ വിശ്വസിച്ചു, അധികൃതരെ വിശ്വസിച്ചു. എന്റെ ഇമെയിൽ പരാതിയുടെ അടിസ്ഥാനത്തിൽ ബന്ധപ്പെട്ട ഹയർ ഓഫീഷ്യൽസിനോടും കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ടെന്നും അഡ്വക്കേറ്റിനെ കണ്ട് പ്രൊട്ടക്ഷൻ ഓർഡർ നേടുന്നതിനുള്ള നിയമസഹായം തേടണമെന്ന് അറിയിക്കാമെന്നും അതിൽ ഇമെയിലായി അറിയിക്കാമെന്നും അറിഞ്ഞതിനു ശേഷമാണ് ഞാൻ കാസർഗോഡ് പോലീസ് സ്റ്റേഷനിൽ നിന്നും മടങ്ങിയത്. അവിടെ നിന്നുള്ള നിർദ്ദേശവും ഇതേ രീതിയിലായിരുന്നു. അഡ്വക്കേറ്റിനെ കണ്ട് കോടതിയെ സമീപിക്കുക,
പ്രൊട്ടക്ഷൻ ഓർഡർ ഉൾപ്പെടെയുള്ള നിയമപരമായ പരിഹാരം തേടുക. ഈ നിർദ്ദേശങ്ങൾ വിശ്വസിച്ചാണ് ഞാൻ അഡ്വക്കേറ്റിനെ സമീപിച്ചത്. കോടതിയെ സമീപിച്ചു. ഏകദേശം 1 മാസത്തെ നിയമ നടപടികൾക്ക് ശേഷം എനിക്ക് പ്രൊട്ടക്ഷൻ ഓർഡർ ലഭിച്ചു. ആ പ്രൊട്ടക്ഷൻ ഓർഡർ ഞാൻ പ്രിന്റ് എടുത്ത് സുനിലിനെയും അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളെയും നേരിട്ട് കാണിച്ചു. അവിടെ എത്തിയ പോലീസ് ഉദ്യോഗസ്ഥനെയും ആ കോടതി ഉത്തരവ് കാണിച്ചു. വനിതാ സെല്ലിന്റെ ഇടപെടലിനെ തുടർന്ന് മാത്രം അവർക്ക് സുരക്ഷിതമായി താമസിക്കാനുള്ള സൗകര്യം ഒരുക്കി നൽകാൻ സുനിലിനോട് അവർ ആവശ്യപ്പെട്ടു. എന്നാൽ അയാൾ അതിന് തയ്യാറായില്ല എന്നതാണ് സത്യാവസ്ഥ. അതിനുശേഷമുള്ള 1 മാസത്തോളമുള്ള നിയമ പോരാട്ടത്തിനൊടുവിൽ ശ്രീജയ്ക്ക് കോടതിയിൽ നിന്ന് പ്രൊട്ടക്ഷൻ ഓർഡർ ലഭിച്ചു. ആ ഒരു പ്രൊട്ടക്ഷൻ ഓർഡറുമായിട്ട് അവർ വീട്ടിലെത്തി. അവിടെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാർക്ക് ആ ഒരു പ്രൊട്ടക്ഷൻ ഓർഡർ കാണിച്ചു കൊടുത്തു. അവിടെയാണ് സുനിൽ തന്റെ കുരുട്ടുബുദ്ധി പ്രയോഗിച്ചത്. അയാൾക്കും ആ ഒരു വീട്ടിൽ അവകാശമുള്ളത് കൊണ്ട് ആ ഒരു നിയമത്തിന്റെ പഴുത് ഉപയോഗിച്ചുകൊണ്ട് അയാൾ എന്ത് ചെയ്തെന്നറിയാമോ? അയാൾ തന്റെ അകന്ന ബന്ധുക്കളെയും കുറച്ച് ആൾക്കാരെയും കൊണ്ടുവന്ന് ആ ഒരു വീട്ടിൽ താമസിപ്പിച്ചു. ലക്ഷ്യം ഒന്നേ ഉള്ളൂ, ആ ഒരു വീട് അലങ്കോലപ്പെടുത്തുക, ശ്രീജയ്ക്കും മക്കൾക്കും അവിടെ സ്വൈര്യമായി ജീവിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാക്കുക എന്നത് മാത്രം. അതായത് അവിടെ ഉണ്ടായിരുന്ന എല്ലാവർക്കും കോടതി നൽകിയ സംരക്ഷണ ഉത്തരവിനെ കുറിച്ച് വ്യക്തമായി അറിയാമായിരുന്നു. കോടതി ഉത്തരവിന്റെ പകർപ്പ് കണ്ടിട്ട് പോലും ഈ ആക്രമം ശരിയാണോ? എന്നാൽ അവിടെ ഞാൻ നേരിട്ടത് അതിനേക്കാൾ ഭീകരമായ സാഹചര്യമായിരുന്നു. എനിക്കും എന്റെ കുട്ടികൾക്കും അവിടെ സുരക്ഷിതമായി താമസിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായി. എന്നെ ആക്രമിക്കുകയും മർദ്ദിക്കുകയും ചെയ്തതായി ഞാൻ ആരോപിക്കുന്നു. സ്ഥിതി നിയന്ത്രണാതീതമായപ്പോൾ ഞാൻ വീണ്ടും സഹായത്തിനായി ബന്ധപ്പെട്ടു. വുമൺ സെല്ലിലേക്ക് വിളിച്ചു, 112ലേക്ക് വിളിച്ചു, ബേക്കൽ പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ടു. പോലീസും മെഡിക്കൽ സഹായവും എത്താൻ വൈകുന്ന സാഹചര്യത്തിൽ എന്നെ സംരക്ഷിക്കാൻ എന്റെ ബന്ധുവായ സഹോദരനെ വിളിച്ചു. എന്റെ അഡ്വൈസറായ പ്രിയയും എന്നെ സംരക്ഷിക്കാനായി അവിടേക്ക് എത്തി. യവറ്റകളൊക്കെ മനുഷ്യരാണോ എന്നാണ് നമുക്ക് തോന്നിപ്പോകുന്നത്. കോടതിയുടെ ഉത്തരവ് കയ്യിലുണ്ടായിരുന്നിട്ട് പോലും പോലീസ് നോക്കി നിൽക്കെ ആ ഒരു വീട്ടിൽ വെച്ച് ശ്രീജയ്ക്ക് നേരെ കയ്യേറ്റം വരെ നടന്നു. ആരെയാണോ ആക്രമിച്ചത് അവർക്കെതിരെ കേസെടുക്കുന്നു, ആരാണോ ആക്രമിച്ചത് അവർ സ്വതന്ത്രമായിരിക്കുന്നു. ഇതൊക്കെ കാണുമ്പോഴാണ് നമ്മുടെ നിയമവ്യവസ്ഥയെ ചവറ്റുകുട്ടയിലേക്ക് എറിയാൻ നമുക്ക് തോന്നുന്നത്, അല്ലേ? ഒരു സ്ത്രീ ആക്രമിക്കപ്പെട്ടാൽ വെറും ഫാമിലി ഇഷ്യൂ, എന്നാൽ അവരെ അവിടെ സഹായിക്കാൻ വന്നവർക്കെതിരെ കേസെടുക്കാൻ പോലീസിന് ഒരു മടിയുമില്ല. ഇത് എന്ത് തരം നീതിയാണെന്ന് കേരള പോലീസ് പറയേണ്ടതുണ്ട്. ചില ചോദ്യങ്ങൾ. സുനിലിന്റെ വാക്കുകൾ മാത്രം കേട്ട് എന്നെക്കുറിച്ച് കഥകൾ ഉണ്ടാക്കുകയും സുനിൽ പാവമാണ്, എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം അവളാണ് എന്ന് പറയുകയും ചെയ്യുന്ന ചിലരോട് എനിക്ക് ചില ചോദ്യങ്ങളുണ്ട്. ഒന്നാമത്തെ ചോദ്യം, സുനിലിന്റെ പേരിൽ ഞാൻ ഇത്രയും വർഷം സമ്പാദിക്കുകയും സ്വത്തുക്കളും സാമ്പത്തിക സുരക്ഷയും ഉണ്ടാക്കാൻ ഇത്രയധികം കാര്യങ്ങൾ ചെയ്യുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തിനാണ് ഞാൻ തന്നെ എന്റെ ജീവിതം ഇത്രയും ബുദ്ധിമുട്ടിലാക്കേണ്ടത്? രണ്ടാമത്തെ ചോദ്യം, സുനിൽ ഇത്രയും സ്നേഹമുള്ള അച്ഛനാണെങ്കിൽ തന്റെ 2 പൊന്നുപോലെയുള്ള മക്കളെ, ഒരാൾ 16 വയസ്സും മറ്റൊരാൾ 9 വയസ്സും, സ്വന്തമായി കൂടെ നിർത്താനോ അവരുടെ ജീവിതത്തിനായി ഉത്തരവാദിത്തം ഏറ്റെടുക്കാനോ എന്തുകൊണ്ട് തയ്യാറാകുന്നില്ല? മൂന്നാമത്തെ ചോദ്യം, എല്ലാ സൗകര്യങ്ങളോടും കൂടി ജീവിച്ചിരുന്ന എന്റെ മക്കൾ ഇന്ന് പലതും ഉപേക്ഷിച്ച് സ്വന്തമായി ഒരു വീട് പോലും ഇല്ലാതെ, അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഇല്ലാത്ത സാഹചര്യത്തിൽ എന്നോടൊപ്പം ജീവിക്കുകയാണ്. അങ്ങനെയെങ്കിൽ അച്ഛനൊപ്പം പോകാൻ അവർ തയ്യാറാകാത്തത് എന്തുകൊണ്ടാണ്? അവരുടെ സ്വന്തം മനസ്സിലെ കാര്യങ്ങൾ ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? നാലാമത്തെ ചോദ്യം, ഇതുവരെ ഒരു പാർട്ടി പ്രവർത്തനത്തിലോ ക്ലബ് പ്രവർത്തനത്തിലോ പൊതുപ്രവർത്തനത്തിലോ സജീവമായി ഇടപെടാതെ മാറി നിന്നിരുന്ന ഒരാൾ പെട്ടെന്ന് ഇത്രയധികം ആളുകൾക്കിടയിലേക്ക് ഇറങ്ങി വന്ന് രാഷ്ട്രീയ പിന്തുണയും ഇടപെടലും നേടാൻ ശ്രമിച്ചതിന് പിന്നിലെ യഥാർത്ഥ ഉദ്ദേശം എന്താണ്? പാർട്ടി പ്രവർത്തനങ്ങളിൽ ഇതുവരെ സജീവമല്ലാതിരുന്ന ഒരാൾക്ക് വേണ്ടി ഇത്രയധികം ആളുകൾ മുന്നിൽ വരുന്നതും ഇത്രയും രാഷ്ട്രീയ ഇടപെടൽ ഉണ്ടാകുന്നതും എന്തുകൊണ്ടാണ്? സുനിൽ യഥാർത്ഥത്തിൽ ഒരു പാർട്ടി നയത്തിൽ വിശ്വസിച്ച് പാർട്ടിക്ക് വേണ്ടി വർഷങ്ങളായി പ്രവർത്തിച്ചിരുന്ന ഒരാളാണോ? അങ്ങനെയാണെങ്കിൽ ഇതുവരെ അദ്ദേഹത്തിന്റെ പൊതുപ്രവർത്തനം എവിടെയായിരുന്നു? അതിലും പ്രധാനമായി ഈ രാഷ്ട്രീയ ഇടപെടൽ നടത്തുന്നതിന് മുൻപ് ഞങ്ങളുടെ കുടുംബ പ്രശ്നത്തിന്റെ യഥാർത്ഥ പശ്ചാത്തലം എന്താണെന്ന് ആരെങ്കിലും അന്വേഷിച്ചിട്ടുണ്ടോ? ഇരുവശത്തെയും കേട്ടിട്ടുണ്ടോ? കുട്ടികളുടെ അവസ്ഥയും അവരുടെ അഭിപ്രായവും ആരെങ്കിലും മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ? അടിസ്ഥാന സത്യാവസ്ഥ പോലും അന്വേഷിക്കാതെ ഒരാളുടെ മാത്രം വാക്ക് കേട്ട് ഒരു കുടുംബ പ്രശ്നത്തിൽ രാഷ്ട്രീയമായി ഇടപെടുന്നതിന്റെ യഥാർത്ഥ ഉദ്ദേശം എന്തായിരുന്നു? അഞ്ചാമത്തെ ചോദ്യം, ഞാൻ ശരിക്കും ഇത്രയും മോശപ്പെട്ട ഒരാളാണെങ്കിൽ എന്തുകൊണ്ടാണ് സ്വന്തം മക്കൾ പോലും എന്നെ വിട്ടുപോകാൻ തയ്യാറാകാത്തത്? എന്നെ കുറ്റപ്പെടുത്തുന്നതിന് മുമ്പ് ഒരു വശത്തിന്റെ മാത്രം കഥ കേൾക്കാതെ എന്റെ മക്കളുടെ മനസ്സും അവരുടെ അനുഭവങ്ങളും കൂടി കേൾക്കണം. എനിക്ക് ആരോടും വൈരാഗ്യമില്ല. എനിക്ക് വേണ്ടത് ഒരേ ഒരു കാര്യം മാത്രം, സത്യം അറിയപ്പെടണം. കാരണം വർഷങ്ങളായി മിണ്ടാതിരുന്ന ഒരാളുടെ നിശബ്ദതയെ ദൗർബല്യമായി കാണരുത്.
ഒരു അമ്മയുടെ സഹനത്തിനും ഒരു പരിധിയുണ്ട്. പിന്നെ ശ്രീജയുടെ ഈ ഒരു പോരാട്ടം അവർക്ക് വേണ്ടി മാത്രമുള്ളതല്ല. നാളെ ഇതേ സാഹചര്യത്തിലേക്ക് തള്ളിയിട്ടേക്കാവുന്ന നിരവധി സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും വേണ്ടിയിട്ടാണ് അവരിന്ന് പോരാടുന്നത്. ഇവിടെ നമ്മൾ പഠിക്കേണ്ട വലിയൊരു പാഠമുണ്ട്. അന്ധമായ സ്നേഹത്തിന്റെ പുറത്ത് സ്വന്തം സാമ്പത്തിക ഭദ്രത മറ്റൊരാളുടെ കൈകളിൽ ഏൽപ്പിക്കരുത് എന്ന്. നിങ്ങളുടെ പേരിൽ നിങ്ങൾ വെച്ചിരിക്കുന്ന നിങ്ങളുടെ സമ്പാദ്യം അത് നിങ്ങളുടെ അതിജീവനത്തിന്റെ ഭാഗമാണ്. അതുമാത്രമല്ല, ഇന്ന് സോഷ്യൽ മീഡിയയിൽ ശ്രീജയ്ക്കുണ്ടാകുന്ന പിന്തുണ ഏറുകയാണ്. അധികാരികൾ കണ്ണു തുറക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണെന്ന് പറയണം. പ്രായപൂർത്തിയാകാത്ത കുട്ടികളുടെ മുന്നിൽ വെച്ച് നടക്കുന്ന ഈ വൈരാഗ്യ ബുദ്ധിയോടെയുള്ള നാടകം അവസാനിപ്പിച്ചേ മതിയാകൂ. ഒരു നിയമം എന്നത് ദുർബലരെ സംരക്ഷിക്കാനുള്ളതാണ്, അല്ലാതെ പണത്തിന്റെ സ്വാധീനത്തിന്റെ മുന്നിൽ നോക്കുകുത്തിയാകാനുള്ളതല്ല. ശ്രീജയ്ക്കും കുട്ടികൾക്കും നീതി ലഭിക്കുന്നതുവരെ ഈ ഒരു ശബ്ദം സമൂഹത്തിൽ മുഴങ്ങി കേൾക്കണം.